ഇന്നപ്പോൾ എന്നെ വിളിക്കാത്തൊരു കല്യാണത്തിന് പോയതാണ് കേട്ടോ ഗൈസ്. എന്നെ വിളിക്കാത്തതെന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ അനിയത്തിക്ക് കൂട്ടുപോയതാണ്. അവളവിടുത്തെ ആങ്കറായിരുന്നു, അപ്പോൾ അവൾക്ക് കൂട്ടുപോയതാണ്. ഞങ്ങൾ പോകുന്ന ടൈമിൽ നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കൊണ്ട് എങ്ങനെയൊക്കെ സ്ഥലത്തെത്തി. ഒരു പൈനാപ്പിൾ ജ്യൂസ് ആദ്യമേ എടുത്തങ്ങ് കുടിച്ചു ഗൈസ്. എൻ്റെ ഉദ്ദേശം പിന്നെ ഫുഡ് അടി ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അവളെ ഫോഴ്സ് ചെയ്ത് അതിനാണ് കൊണ്ടുപോയത്. നേരെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് ചെന്ന് നോക്കിയപ്പോൾ കുറേ സാലഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കഴിക്കാമെന്ന പ്ലാനിലാണ് ഞങ്ങൾ പോയത്. കാരണം അവൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവൾ പ്രാക്ടീസൊക്കെ ചെയ്തു. നമ്മൾ ചെന്നപ്പോഴാണെങ്കിൽ ഗ്രൂമും ബ്രൈഡൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് ലാസ്റ്റ് അവരെത്തി ഗൈസ്. അപ്പോൾ അവൾ അവരെ വെൽക്കം ചെയ്യാണ്. എൻട്രി ഒരു സ്പീച്ചൊക്കെ കൊടുത്ത് അവരെ അങ്ങ് വെൽക്കം ചെയ്തു. അടിപൊളി മാരേജ് ആയിരുന്നു. എന്തായാലും പോയത് വേസ്റ്റ് ആയില്ല. എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ അവർക്ക് കുറേ ഗെയിംസൊക്കെ കൊടുത്ത് ഡാൻസൊക്കെ കളിപ്പിച്ച് നമ്മൾ നേരെ അവളുടെ പണിയും കഴിഞ്ഞ് ഇറങ്ങി നമ്മളിതേ ഫുഡ് കഴിക്കാൻ ചെന്നു. ഫുഡായിട്ട് ഞാനെടുത്തത് ബിരിയാണിയാണ് ഗൈസ്. സാധാരണ നമ്മുടെ കൊച്ചി സ്റ്റൈൽ ബിരിയാണി അല്ലായിരുന്നു, കുറച്ച് എന്തോ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറി ഫ്ലേവറിൽ ഒരു ഐസ്ക്രീമും കഴിച്ച് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ് ഇത്. റൂത്ത് മോള് കാത്തൂരുള്ള കണ്ടംപൂച്ചനെ കണ്ട് പേടിച്ച് കിടക്കുകയാണ് ഗൈസ് കുട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ, ബായ്.